കഴിഞ്ഞ തദ്ദേശത്തിൽ ട്രെൻഡിങ് ആയ ഒരു പാട്ടായിരുന്നു സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട പോറ്റിയെ കേറ്റിയ പാട്ട്. അപ്പോ തദ്ദേശത്തിൽ വളരെ ട്രെൻഡിങ് ആവുകയും ഒരു പക്ഷേ അതും ഒരു വോട്ട് മറിയാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തൊരു പാട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ ഇടങ്ങളിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നിയമസഭയിലും അതേ പാട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇത്തവണയും തദ്ദേശത്തിന് ശേഷം നിയമസഭയിലും ഇതൊരു ട്രെൻഡിങ് നമ്പർ 1 പ്രചരണത്തിലെ ഒരു പ്രധാന പാട്ടായി മാറുമോ? തീർച്ചയായിട്ടും UDF-ന് ഇതിൽ ഇനിയിപ്പോൾ ശബരിമല വിഷയത്തിൽ ഒരു ക്ലീൻ ചീറ്റ് ഈ നിമിഷം വരെ കിട്ടിയിട്ടുണ്ട്. SIT അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഒരു പുതിയ സർക്കാർ വന്നു കഴിയുമ്പോഴേ കോടതിയിൽ എത്താൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് ഇപ്പം നമുക്ക് അവസാനം അറിയാൻ കഴിഞ്ഞത്. ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സ്വർണ്ണക്കൊള്ള വിവാദം CPM-നെ വല്ലാതെ കണ്ട് അത് പത്മകുമാർ ഉൾപ്പെടെ വാസു ഉൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ നിരവധി പേർക്ക് എതിരെ അധിക്ഷേപം വന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് സ്വർണ്ണക്കൊള്ള വിട്ടുകൊണ്ട് പതിയെ അങ്ങ് കൊടിമരത്തിലേക്ക് അങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ കൊടിമരത്തിൽ പോയി കണ്ട് കൊടിമരത്തിൽ ഇപ്പോൾ സ്വർണ്ണം ഈ പിന്നെ കട്ടളപ്പാളിയിലെ സ്വർണം മാത്രമല്ല, ദാരുശില്പങ്ങളിലെ സ്വർണം മാത്രമല്ല, പിന്നെ കൊടിമരത്തിലെ സ്വർണത്തിനും വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിനെ പിടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ കോടതിയിൽ കഴിഞ്ഞ ദിവസം കേരള പോലീസിലെ വിജിലൻസ് തന്നെ അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ഹൈക്കോടതി ബെഞ്ചിൽ സമർപ്പിക്കുമ്പോൾ അവിടെ ഇവർക്കെതിരെ ഈ പറയുന്ന അജയ് തറയിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ അജയ് തറയിലിനോ അല്ലെങ്കിൽ മറ്റാർക്കോ അല്ലെങ്കിൽ സ്വർണം ഇതിലേക്ക് കൊടിമരത്തിൻ്റെ കാര്യത്തിലേക്ക് നൽകിയ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ഒക്കെ തന്നെ അന്വേഷണം നടത്തുമ്പോൾ ഈ അന്വേഷണത്തിൽ ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിജിലൻസിൻ്റെ ക്ലീൻ ചീറ്റ് റിപ്പോർട്ടാണ് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അന്ന് KC വേണുഗോപാലാണ് മന്ത്രിയായിരിക്കുന്നത്. സത്യത്തിൽ അതിൽ ഇവരെ കുരുക്കാമെന്ന് വിചാരിച്ചാണ് ഇവർ കാര്യങ്ങൾ നീക്കിയത്. അതവിടെ പൊളിഞ്ഞോടുകൂടി ഇനി ഈ പാട്ട് അതായത് അതിന് പറഞ്ഞ പോലെ ഈ പാട്ട് ആദ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുക്കളായത് ഈ സഖാക്കൾ തന്നെയാണ്. അപ്പോൾ ശബരിമലയിൽ ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ അലിഗേഷൻ വരുമ്പോൾ ആ സമയത്താണ് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പാട്ട് വരുന്നത്. ശരിയാ, വളരെ ട്രെൻഡിങ് ആയ ഒരു പാട്ടായിരുന്നു. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഇതായിരുന്നു അന്ന് ജനങ്ങൾ ജനങ്ങൾ പാടി അങ്ങ് UK-ന്നും അമേരിക്കയിൽ വരെ, അവസാനം അമേരിക്ക പോലും ശ്രീ പിണറായി വിജയനെ ചതിച്ചു. അവിടുന്ന് വരെ ആയിരുന്നു ട്രോൾ പാട്ടുകൾ, ട്രോൾ മഴകൾ ഉണ്ടായത്. അവസാനം അവർക്ക് നടപടി എടുക്കേണ്ട രീതി ഭക്തിഗാനം അധിക്ഷേപമാക്കുന്നു, ആക്ഷേപമാക്കുന്നു, കേസെടുക്കാൻ പോയി. പിന്നീട് അതും പാളിപ്പോയി. അതിനുശേഷം പിന്നീട് പറഞ്ഞതാണ് ഭരണവിരുദ്ധ വികാരം ഏറ്റിട്ടുണ്ടെന്ന് അവസാനം ഗോവിന്ദൻ മാസ്റ്റർ പറയാൻ എത്താനൊരു സാഹചര്യം പോലും ഈ ഒരു പാട്ട് ട്രെൻഡിങ് ആയി തദ്ദേശം താഴെ ഇവരെ വല്ലാതെ അസഹിഷ്ണുക്കളാക്കി. കാരണം ഇത് അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ആ പാട്ടിലെ വരികൾ തന്നെ പോറ്റിയെ കേറ്റിയെ സ്വർണ്ണപ്പാളികൾ കടത്തിയ സഖാക്കളാണ് അയ്യപ്പ. ഈ തദ്ദേശത്തിന് ശേഷം പാർലമെന്റില് ഇവിടുത്തെ MP-മാർ പോയി പാടി. പാർലമെന്റിലെ MP-മാർ അതിന്റെ മുമ്പിൽ നിന്നൊരു പാട്ട് പാടിയിരുന്നു. ഇതേ പാട്ട് അവിടെ നിന്ന് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതേപോലെ വളരെയധികം നാണക്കേടാവുകയും നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ജനങ്ങളിലേക്ക് അതങ്ങനെ എത്തണമെന്നില്ല. പക്ഷെ ഒരു പാട്ടാവുമ്പോൾ അത് വളരെ പെട്ടെന്ന് അങ്ങ് ട്രെൻഡിങ് ആയി എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന ഒരു സാഹചര്യവും. പിന്നീട് അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സോണിയാഗാന്ധിക്ക് ഇതുമായി ബന്ധമുണ്ട്, അടൂർ പ്രകാശിന് ഇതുമായി ബന്ധമുണ്ട്, ഞങ്ങളല്ലായിരുന്നു എന്ന രീതിയിൽ ന്യായീകരണമായി വരാനുള്ളൊരു കാരണം. ഇതിനു മുമ്പ് സ്വർണ്ണക്കൊള്ള കേസ് എത്ര കാലമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതായിരുന്നു. അന്ന് ഒന്നും പറയാതിരുന്ന പേരുകളൊക്കെ ഈ പാട്ട് ട്രെൻഡിങ് ആയി ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് ഈ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളല്ല, ഞങ്ങൾക്കിതിൽ ബന്ധമില്ല, ഞങ്ങൾ ഭരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതിന് ഈ ഒരു പാട്ട് കാരണമായിട്ടുണ്ട്. ഈ ഒരു നിയമസഭയിലും ഈ പാട്ട് ട്രെൻഡിങ് ആവുകയാണെങ്കിൽ ഇതൊരു തിരിച്ചടിയാവില്ലേ? കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ഒരു പാട്ടിന് ഒരു പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു സർക്കാരിന്റെ അഴിമതിയെ ഇത്ര ലളിതമായി നമുക്ക് വേറെ ഒരു രീതിയിലും പറയാൻ പറ്റില്ല. അല്ല, തീർച്ചയായിട്ടും ഇത് തദ്ദേശ ഇലക്ഷനിൽ ഇത് പാട്ട് വരുമ്പോൾ, ഈ പാട്ട് ആദ്യം കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുക്കളായത് CPM-കാർ തന്നെയായിരുന്നു. ഇപ്പോൾ അവരെ ഈ കട്ടളപ്പാളിയിലെ സ്വർണം വിവാദം, ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് കഴിഞ്ഞ് തന്ത്രി അറസ്റ്റിൽ, ഇങ്ങനെ ആ വിവാദങ്ങൾ മൊത്തത്തിൽ നിൽക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ മന്ത്രി ഒഴികെ ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവസാനം ഈ പത്മകുമാർ ജയിലിൽ നിന്ന് ഇറങ്ങി. പത്മകുമാർ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നു ചോദിച്ചാൽ, പത്മകുമാർ ഈ പാർട്ടിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോ ഡൊണേഷൻ, ഒരു ഫണ്ട് ഒക്കെ കൈമാറിയിട്ടുണ്ടാകാം. ഫണ്ട് അങ്ങനെ കൈമാറിയതിന്
ചിലപ്പോൾ പത്മകുമാർ ഒരു വേള പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ തന്നെ മുകളിൽ നിന്ന് നിർദ്ദേശിച്ച സഖാക്കളുടെ പേര്, ഇവരുടെ സഖാക്കളുടെ പേര്, ഇത് ചെയ്യാൻ മുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിനേക്കാളും മുകളിലിരിക്കുന്നവർ അവർ പറഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്തത് എന്ന് പറയുകയോ മറ്റോ ഉണ്ടായാൽ അത് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ അല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ പാർട്ടിക്ക് എന്നേക്കും, കാര്യം പത്മകുമാർ ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കില്ലെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇതെല്ലാം ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതങ്ങനെ അവിടെ നിന്നോട്ടെ. അപ്പോൾ നമ്മളിവിടെ ഈ പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ പാട്ട് സധൈര്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് പാടാം. പി സി വിശ്വനാഥ് ഇന്നലെ കഴിഞ്ഞ ദിവസം ആ പാട്ട് വളരെ മനോഹരമായിട്ട് പാടിയ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അല്ല, അദ്ദേഹം തദ്ദേശത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പാടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ, ബിജെപിയുടെ നേതാക്കൾ, ഈ കാര്യത്തിൽ പൊതുജനങ്ങൾ, ചെറിയ കുട്ടി മുതലുള്ള ആൾക്കാർ ഇത് പാടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പാട്ടിന്റെ മാനദണ്ഡം എടുത്തു നോക്കുകയാണെങ്കിൽ പത്മകുമാർ ആണെങ്കിലും കടകംപള്ളി ആണെങ്കിലും ഇവരുടെ മുമ്പ് ഉള്ള ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, അപ്പൊ ഇവരൊക്കെ ഈ ഒരു കൊള്ള നടക്കുന്ന സമയത്ത് ഉള്ള ആൾക്കാരായിരുന്നു. അതേപോലെ വാസവൻ, ഇപ്പൊ ഈ പേരുകളൊക്കെ ഇവരുടെ പ്രതിയാക്കപ്പെട്ട് ഇപ്പൊ കണ്ടർ മോഹനറാണെങ്കിലും കണ്ടർ രാജീവരാണെങ്കിലും ഇവരൊക്കെ ആയിട്ട് ഈ സർക്കാരിന് ബന്ധമുള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ പൊതുപരിപാടികൾ അല്ലെങ്കിൽ അടുത്ത ബന്ധം കീപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രതികളൊക്കെ നിങ്ങളുടെ അടുത്ത ആൾക്കാരാണ്. അപ്പൊ ഈ പാട്ട് ബാധിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷയാണല്ലോ. ആ പ്രതീക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അയ്യോ, വീണ്ടും ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് തലയ്ക്ക് കൈവച്ചിട്ടൊക്കെയാണ് സഖാക്കൾ പറയുന്നത്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, കാരണം കഴിഞ്ഞ തവണ അവരത് മറച്ചത് രാഹുൽ മാങ്കൂട്ടം കേസ് എടുത്തു വെച്ചായിരുന്നു തദ്ദേശ സമയത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ വരും. ഇന്നിപ്പോ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാന്നിയിൽ നിന്ന് ഒരു CPM നേതാവിനെ പീഡന പരാതി. രാഹുൽ മാങ്കൂട്ടം കേസ് എങ്ങനെയായിരുന്നു, അതിൽ നിന്നും കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ആ കേസ്. അതെ, ഇപ്പൊ മുകേഷ്, അങ്ങനെ ഒരുപാട് പേരുകൾ ഉള്ളത് കൊണ്ട്, ഇപ്പോ നമ്മുടെ ശശി, അപ്പൊ ഈ പേരുകളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇപ്പൊ രാഹുലിന്റെ കേസ് എടുത്തു വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നോക്കാം ഈ പാട്ട്. ഏതായാലും ഈ പാട്ട് ഒന്നുകൂടി പാടുമ്പോൾ, ഈ പാട്ട് ഒന്നുകൂടെ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇത് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിയമസഭയിൽ ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിന് സധൈര്യം ഈ പാട്ട് പാടാം. സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട അജയ് തറയിൽ എന്ന് പറയുന്ന കൊച്ചിയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഈ കേസിനെ സംബന്ധിച്ച് ഈ വിജിലൻസ് റിപ്പോർട്ട് എപ്പോഴും വേണോ വരാം. ഇവരെ എപ്പോൾ വേണോ കോൺഗ്രസിന് ഒരു പേരുദോഷം ഉണ്ടാകത്തക്ക രീതിയിൽ അജയ് തറയിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പിണറായിയുടെ പോലീസ് നടത്തിയേക്കാം എന്നൊരു രഹസ്യ വിവരമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. കാര്യം കോൺഗ്രസിനെ കുരുക്കുക എന്നുള്ളത് പിണറായിയുടെ ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷെ അത് ഈ റിപ്പോർട്ടിൽ ഒന്നുമല്ല. സ്വർണ്ണ കൊടിമരം, സ്വർണം പൂശിയ കൊടിമരം ചെയ്യുന്നതിന് ആരൊക്കെ സ്വർണം കൊടുത്തു? മോഹൻലാൽ കൊടുത്തു, പിന്നെ ജയറാം കൊടുത്തു, സുരേഷ് ഗോപി കൊടുത്തു. ഇവരാറ്റൊക്കെ തന്നെ ഈ പോലീസ് സംഘം അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റാണ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പൂട്ടാമെന്ന് വിചാരിച്ച നടന്നില്ല. അങ്ങനെ അജയ് തറയിലിന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റ് അദ്ദേഹത്തിന് പോയി. അപ്പോൾ ഇതിലിപ്പോൾ എടുത്തു പറയേണ്ടത്, ഈ പാട്ട് വീണ്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് സഖാക്കൾക്ക് ഇനി ആകെ അസ്വസ്ഥതയാണ്. ഈ പാട്ട് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു, സ്വർണ്ണക്കൊള്ള ഇനി തെരഞ്ഞെടുപ്പിൽ വിഷയമല്ല, സ്വർണ്ണക്കൊള്ള ഇനി വിഷയമാകാൻ പോവുകയാണ് സാർ. നിങ്ങൾക്കും നിങ്ങളുടെ സഖാക്കൾക്കും ഇനി അസഹിഷ്ണുത കൂടാനേ സാധ്യതയുള്ളൂ.